മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹനപുത്രിയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാള് തിരുസഭ ഇന്ന് കൊണ്ടാടുമ്പോൾ അൽഫോൻസാമയിലൂടെ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമ നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് സാധാരണക്കാരിയായ ഒരുവള് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് സഭ ഔദ്യോഗികമായിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവൾ പിഞ്ചെന്ന പാത തെറ്റാത്ത പാതയാണെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഒപ്പം അവളുടെ കാലടികളെ പിൻചൊല്ലുവാനും അവൾ ജീവിച്ച മാർഗങ്ങളെ തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ സ്വർഗരാജ്യ പ്രവേശനത്തിനായിട്ട് പരിശ്രമിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കഷ്ടപ്പാടുകളെ സമർപ്പണമാക്കി മാറ്റിയവളാണ് വിശുദ്ധ അൽഫോൻസാമ. ജീവിതത്തില് വേദനകള്, സങ്കടങ്ങള് ഒത്തിരിയേറെ അവളിലേക്ക് കടന്നു വന്നു. രോഗങ്ങൾ അവൾക്കുണ്ടായി. ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥകളുണ്ടായി. സമൂഹത്തില് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ സങ്കടാനുഭവങ്ങളെ, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കഷ്ടപ്പാടുകളെ സമർപ്പണമാക്കി മാറ്റുവാനായിട്ട് വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സാധിച്ചു കഴിഞ്ഞപ്പോൾ അവള് വലിയ വിശുദ്ധയായിട്ട് തീരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്കുണ്ട്, ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവയെ സമർപ്പണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. പലരുടെയും ജീവിതം നൊമ്പര എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പെട്ട് മടുത്തു. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി കഷ്ടപ്പെടുക. അടുക്കളയിൽ കഷ്ടപ്പെടുന്നു, ജോലി സ്ഥലങ്ങളിൽ കഷ്ടപ്പെടുന്നു, കൃഷിയിടങ്ങളിൽ കഷ്ടപ്പെടുന്നു. ഈ കഷ്ടപ്പാടുകളെ ഓർത്ത് നമ്മളൊക്കെ നൊമ്പരപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടപ്പാടുകളെ ഓർത്ത് നൊമ്പരപ്പെടുകയല്ല ചെയ്യേണ്ടതിനെ സമർപ്പണമാക്കി മാറ്റണം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ ആ കഷ്ടപ്പാടുകളെ ദൈവമേ ഇതാ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു സമർപ്പണമായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ ദൈവത്തിന് സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ പിറുപിറുക്കുകയോ എതിരു നിൽക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആ കഷ്ടപ്പാടുകളെ ദൈവത്തിന് സമർപ്പിക്കണം. സങ്കടങ്ങളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാവാം, ഒറ്റപ്പെടലുകൾ ജീവിതത്തിലുണ്ടാകാം. ഈ സങ്കടങ്ങളെയും സഹനങ്ങളെയും രോഗങ്ങളെയും ഒറ്റപ്പെടലുകളെയും ദൈവത്തിന് ആ നിമിഷം തന്നെ സമർപ്പിച്ച് ദൈവമേ ഇതാ നിന്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ വലിയൊരു സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നുവരും. ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ സങ്കടങ്ങളെയും വേദനകളെയും കഷ്ടപ്പാടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകൾക്കും നൊമ്പരങ്ങൾക്കും രോഗങ്ങൾക്കും സഹനങ്ങൾക്കും അർത്ഥമുണ്ടാകും. നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. സങ്കടങ്ങളെ, കഷ്ടപ്പാടുകളെ സമർപ്പണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയെ സംബന്ധിച്ചിടത്തോളം നിശബ്ദതയുടെ ശക്തിയായിരുന്നു വിശുദ്ധി. ഒരു സാഹചര്യത്തിലും അവൾ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടായപ്പോ, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ അവൾ എവിടെയും എതിരായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ അവളുടെ ജീവിതത്തിൽ കാണുന്നില്ല. അതായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ശക്തി. ആ ശക്തിയായിരുന്നു അവളുടെ ജീവിതത്തിന്റെ വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളില് സങ്കടങ്ങള്, കഷ്ടപ്പാടുകള്, എതിരായിട്ടുള്ള അനുഭവങ്ങള്, എതിർ വാക്കുകള്, കുറ്റപ്പെടുത്തലുകള്, ഒറ്റപ്പെടുത്തലുകള് ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പ്രതികരിച്ച് കടന്നു പോകാറില്ലേ? പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ശക്തി. അത് വിശുദ്ധിയായിട്ട് മാറും. മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
സങ്കടങ്ങളും സഹനങ്ങളും വിട്ടുമാറാതിരിക്കുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത്, അതിനെതിരെ പ്രവർത്തിക്കുക, ചിന്തിക്കുക എന്നുള്ളത് മാനുഷികമാണ്. അവിടെ പ്രതികരിക്കാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവീകമാണ്. ഈ ദൈവീകതയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അത് മാറും. അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക എന്നുള്ള മാനുഷിക ഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ അടക്കി പ്രാർത്ഥനയാക്കി അതിനെ മാറ്റാം. അതിനുവേണ്ടി വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. ഈ നിശബ്ദതയിൽ അവൾ ഈശോയെ സ്നേഹിച്ചു. തന്റെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകൾ, വേദനകൾ, സങ്കടങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകളൊക്കെ കടന്നു വന്നപ്പോൾ, തനിക്കെതിരെയുള്ള വാക്കുകൾ കടന്നു വന്നപ്പോൾ അവൾ നിശബ്ദയായി. അവൾ ചെയ്തതെന്താ? ആ നിശബ്ദതയിൽ ഈശോയെ സ്നേഹിക്കുക ചെയ്തു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നിനക്കെതിരെ പ്രതികരിക്കുമ്പോൾ, നിനക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, നിനക്കെതിരെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് സങ്കടങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ നീ ചെയ്യേണ്ടത് നിശബ്ദതയായിരിക്കുക. അവിടെ ആ നിശബ്ദതയിൽ ഈശോയെ സ്നേഹിക്കുക. ആ നിമിഷം ഉള്ളിൽ പ്രാർത്ഥിക്കണം, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. നീയാണ് എനിക്കെല്ലാം എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ സങ്കടങ്ങളിൽ ഈശോ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ വേദനകളിൽ ഈശോ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ കഷ്ടപ്പാടുകളിൽ ഈശോ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ ഈശോ നമ്മെ കാണുന്നുണ്ട്. മറ്റുള്ളവർ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് ഈശോ കാണുന്നുണ്ട് എന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വിശുദ്ധ അൽഫോൻസാമ പറയുന്നുണ്ട്, വേദനയ്ക്ക് ഞാൻ കൊടുത്ത ഉത്തരം സ്നേഹവും സമർപ്പണവുമാണ് എന്ന്. വേദനയ്ക്ക് വിശുദ്ധ അൽഫോൻസാമ കൊടുത്ത ഉത്തരം സ്നേഹവും സമർപ്പണവുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും വേദനകൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ കടന്നു വരുമ്പോൾ അതിന് കൊടുക്കേണ്ട ഉത്തരം സ്നേഹവും സമർപ്പണവുമായിരിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ വേദനകളെയും കഷ്ടപ്പാടുകളെയും ഒറ്റപ്പെടലുകളെയും ജീവിതത്തിന്റെ നെഗറ്റീവ് അനുഭവങ്ങളെയും ഈശോയ്ക്ക് വിശുദ്ധ അൽഫോൻസാമ വഴി കൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസാമ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ സഹിക്കുന്നു, അതിനിടയിൽ ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു. നമ്മുടെ സഹനങ്ങളുടെ ഇടയിലും ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളൊക്കെ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് ഈ മക്കൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെയും സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒറ്റപ്പെടുത്തലുകളെയും എല്ലാം സമർപ്പിക്കുന്നു. കുറ്റപ്പെടുത്തലുകളെ സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ സങ്കടങ്ങളെ സമർപ്പണമാക്കി മാറ്റാൻ, ഇവരുടെ ജീവിതത്തിന്റെ വേദനകളുടെ നിമിഷങ്ങളിൽ അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. ഈശോയെ, വിശുദ്ധ അൽഫോൻസാമ വഴി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന്, എന്നിവർ ചെയ്യുന്ന സകല കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും പാപശക്തികളും ദുർശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.